guys, welcome back to my YouTube channel and welcome to a new video. Happy Mother's Day. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ഇന്ന് എൻ്റെ അമ്മയ്ക്ക് ഞാൻ നൽകുന്ന ഒരു സമ്മാനം. പക്ഷേ ഇത് എൻ്റെ അമ്മയ്ക്കാണോ നന്നായത് എൻ്റെ അനിയത്തിക്കാണോ നന്നായതെന്ന് എനിക്കറിയത്തില്ല. എനിവേസ് ടുഡേ ഐ ആം ഡൂയിങ് എ ചലഞ്ച്, നോട്ട് എ ചലഞ്ച്. ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ, ഒരമ്മയും കൊച്ചും തമ്മിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ, അത്രയേ ഉള്ളൂ. ആൻഡ് ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അമ്മ വോയിസ് മെസ്സേജായിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. സോ ഇന്ന് അമ്മ അയച്ച ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ പറയും. എന്തൊക്കെ ക്വസ്റ്റ്യൻ അയച്ചെന്നോ അതോ എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അയച്ചതെന്നോ എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ അനിയത്തി അവിടെ ഉള്ളതുകൊണ്ട് വല്ലാത്ത എനിക്ക് ഡൗട്ടുണ്ട്. എന്തൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അമ്മയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അമ്മ എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത് അങ്ങനെ തന്നെ. കാരണം എനിക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ക്യാരക്ടർ എന്ന് പറയാനില്ല അമ്മ. കാരണം ഇപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോൾ അമ്മ ഓപ്പണായിട്ട് എന്നോട് ദേഷ്യപ്പെടും. അമ്മയ്ക്ക് സങ്കടം വരുമ്പോൾ അമ്മ എന്നോട് സങ്കടപ്പെടാറുണ്ട്, അമ്മയുടെ സങ്കടങ്ങൾ പറയാറുണ്ട്. തിരിച്ചതുപോലെ തന്നെ പിന്നെ അമ്മ ഓരോരുത്തരോടും പെരുമാറി, അതായത് ഓരോരുത്തരോടും സംസാരിച്ച് പുറത്തുള്ളവരോട് സംസാരിക്കുന്നത് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ കാണുന്നത് അതാണല്ലോ. സോ അത് എത്ര നൈസായിട്ടാണ് അമ്മ ഓരോരുത്തരോട് പെരുമാറുന്നത്, അതെന്നെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എനിക്കും ലൈക്ക് അമ്മേനെ എല്ലാവർക്കും എന്തൊരു കാര്യമാണ് അതെനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ അമ്മ എങ്ങനെയാണോ എന്നോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ അമ്മ എങ്ങനെയാണ് മറ്റുള്ളവർ, അതായത് എല്ലാവരോടും അമ്മ ട്രീറ്റ് ചെയ്യുന്ന രീതി എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ അമ്മ എല്ലാവരും ട്രീറ്റ് ചെയ്യും, നന്നായിട്ട് ട്രീറ്റ് ചെയ്യും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഫാമിലിയിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാ? ഓ നമ്മുടെ ഫാമിലി എന്ന് ഉദ്ദേശിച്ചത്, ഓക്കെ, നമ്മുടെ ഫാമിലിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഓക്കെ, അച്ഛൻ അമ്മ അനിയത്തിമാര് ആ ഒരു സർക്കിളിലാണ് അമ്മ ഉദ്ദേശിച്ചതെങ്കിൽ എനിക്ക് ഏറ്റവും 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 ഇഷ്ടപ്പെട്ടത് എപ്പോഴും അമ്മയാണ്. പക്ഷേ എനിക്ക് അമ്മ, അച്ഛൻ, ശിവ, ശ്വേത രണ്ടുപേരെ എനിക്ക് പറയാം. ഇതൊരു മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. എങ്ങനെ പറഞ്ഞാലും ശിവനോട് എനിക്കൊരു ലൈക്ക് ശിവ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ശിവയായാലും ശ്വേതയായാലും എനിക്ക് രണ്ടുപേരും ലൈക്ക് വ്യത്യാസമല്ല. പക്ഷെ ശ്വേതയ്ക്കും അറിയാം ശിവ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതുകൊണ്ട് എനിക്ക് ശിവയാണോ, ശിവ എനിക്ക് നല്ല സ്പെഷ്യൽ അമ്മ. പക്ഷെ അമ്മ ഇഷ്ടമല്ല. അതുപോലെ അച്ഛനും ശ്വേതനും അങ്ങനെയല്ല, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഈ ക്വസ്റ്റ്യൻ പാടില്ലായിരുന്നു, റോങ് ക്വസ്റ്റ്യൻ. എനിവേസ് എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഒരു കാരണങ്ങളായിട്ടില്ല. ശിവനെ നോക്കുവാണെങ്കിൽ അവളൊരു സ്പെഷ്യൽ, നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഒരു നിധി, ഒരു കുഞ്ഞു നിധി. അതുപോലെ അതിപ്പോൾ അമ്മയാണ് വെച്ചെങ്കിൽ യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. അമ്മ എൻ്റെ ഒരു വളരെ നല്ല സുഹൃത്താണ്. അതുകൊണ്ട് എനിക്ക് ഞാൻ ഏറ്റവും ലക്കിയാണ് ആ കാര്യത്തിൽ. കാരണം എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. എൻ്റെ അമ്മ എനിക്ക് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്ക് അങ്ങനെ ഒരു ഗേൾസ് ഗ്യാങ് എനിക്ക് അധികം ഇല്ല. പക്ഷേ ഗേൾസ് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ 2 പേര് 3 പേര് 4 പേര് ഇവിടെ എല്ലാവരും ഉണ്ട്. വീഡിയോ കണ്ട് അടിക്കരുത്, അങ്ങനെയല്ല. എന്നാലും എനിക്ക് ഒരാളായിട്ട് പറയാനില്ല. പക്ഷെ അങ്ങനെ ഞാൻ പറയുകയാണെന്ന് വെച്ചെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ അമ്മയാണ്. ഷീ ഈസ് മൈ ബെസ്റ്റ് എവർ ഫ്രണ്ട്. കാരണം ഞാൻ എൻ്റെ ഏറ്റവും സെഡ് കാര്യങ്ങൾ എൻ്റെ അമ്മേനോടാണ് പറയുന്നത്, വേറൊരാളോട് ഞാൻ പറയാറില്ല. അപ്പോൾ എൻ്റെ അനിയത്തിമാരോടായാലും ശ്വേതനോട് ഞാൻ എല്ലാം ഷെയർ ചെയ്യാറുണ്ട്, പക്ഷെ ഒരു പരിധി വരെ. പക്ഷെ അമ്മേൻ്റെ അടുത്ത് അങ്ങനെയല്ല, ഞാൻ എല്ലാം പറയും. എല്ലാ കാര്യങ്ങളും രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ കാര്യങ്ങളും പറയും. ഒരു നേരം വിളിച്ചില്ലെങ്കിൽ തീർന്നു, അടിയിരിക്കും. എന്താ വിളിക്കാൻ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജീവിതത്തിൽ എന്താവാനായി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്?
ജീവിതത്തില് ഞാൻ എന്താവാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. അമ്മ ഈ ക്വസ്റ്റ്യൻ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആഗ്രഹിച്ചിരുന്നത് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. സ്റ്റിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വലിയൊരു സ്റ്റുഡിയോ തുടങ്ങണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എനിക്കൊരു എൻ്റെ എന്ന് പറയാൻ, എൻ്റെ ഡാൻസ് ക്ലാസ് എന്ന് പറയാൻ, എൻ്റെ സ്റ്റൈല്, എൻ്റെ മീൻസ് എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽസ് ആയാലും എൻ്റെ മോഡൽസ് ആയാലും അങ്ങനെ കൊണ്ടുവരാൻ, അതുപോലെ എൻ്റെ ഡാൻസിങ് സ്റ്റൈൽസ്, അതിന് എനിക്കൊരു സ്റ്റുഡിയോ, അതാണ് എൻ്റെ വലിയൊരു ആഗ്രഹം. സ്റ്റിൽ അമ്മ ഇപ്പോഴും ഞാൻ പറയുന്നത് ആയിരുന്നു എന്നല്ല, ഇപ്പോഴുമാണ്. ഞാൻ എന്തായാലും നേടിയെടുക്കും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഫാമിലിയില് നീ ഹാപ്പിയാണോ? നമ്മുടെ ഫാമിലിയിൽ ഞാൻ ഹാപ്പിയാണ്. അമ്മ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റ്. അത് അമ്മ ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറയുക, എല്ലാവർക്കും പല ലൈഫായിരിക്കും. ഞാൻ ഒരാളെ വെച്ചിട്ടും എൻ്റെ ലൈഫ് ഞാൻ കമ്പയർ ചെയ്യത്തേ ഇല്ല. സോ ഐ ആം ഹാപ്പി, ടോട്ടലി ഹാപ്പി. ഞാൻ എൻ്റെ ലൈഫിൽ വളരെ ഹാപ്പിയാണ്. ഡോണ്ട് വറി. ക്വസ്റ്റ്യൻ. നമ്മുടെ ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു മെമ്മറി ഏതാ എൻ്റെ മനസ്സിൽ? നമ്മുടെ ഏറ്റവും സന്തോഷം ഉണ്ടായ മെമ്മറി ഞാനിങ്ങോട്ട് വന്നപ്പോൾ, അതായത് വരാൻ നേരത്തുണ്ടായ ആ ഓർമ്മകൾ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ആ മെമ്മറീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് നമ്മൾ ഭയങ്കര രസമായിരുന്നു. മീൻസ് വീട്ടിലായാലും അല്ലെങ്കിൽ അച്ഛനമ്മയും ഞങ്ങൾ 3 പേരും എല്ലാവരും കൂടെ, അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മൾ പുറത്തു പോയി. അന്ന് നമ്മൾ വയനാട് പോയത് ചെറുതാകുമ്പോൾ, അന്ന് ശിവയില്ലായിരുന്നു. വയനാട് പോയത്, ട്രിപ്പ് പോയത്, കുഞ്ഞു ട്രിപ്പൊക്കെ നമ്മൾ പോയിട്ടുള്ളൂ ഒരുമിച്ച്. അതെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ചില നേരത്ത് നമ്മൾ ഉമ്മാരത്തിരുന്നിട്ട് അച്ഛനമ്മയും എപ്പോഴെങ്കിലും നമ്മൾ ഉമ്മാരത്തിരുന്നിട്ട് വർത്താനം പറയുമല്ലോ, അതെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ അച്ഛമ്മ ഉണ്ടായിരുന്ന ടൈമിൽ നമ്മൾ അവിടെ പാപ്പൻ്റെ വീട്ടിലായിരിക്കും. അച്ഛമ്മ ഉണ്ടായിരുന്ന ടൈമിൽ നമ്മൾ അച്ഛനമ്മയും നമ്മളെല്ലാവരും കൂടെ നായ്ക്കുട്ടികളായിട്ടൊക്കെ കളിക്കുന്നത്, അതിപ്പോഴും എൻ്റെ മെമ്മറിയിലാണ്. അതൊക്കെ ഇനി വളരെ സ്പെഷ്യൽ. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴുള്ള മെമ്മറീസ് ഞാൻ ഒരിക്കലും മറക്കില്ല. അത് ഞാൻ എല്ലാവരോടും, എൻ്റെ എല്ലാ പിള്ളേരോടും വളരെ താങ്ക്സ്ഫുൾ ആണ്. ലൈക്ക് എനിക്ക് വളരെ സ്പെഷ്യലായ മെമ്മറീസ് ആയിരുന്നു അത്. അതിൻ്റെ വല്ല ക്ലിപ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കേട്ടിടുന്നതാണ്. അതെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. ആ വരാൻ നേരത്ത് ഉണ്ടായ ആ മൊമെന്റ്സ് എല്ലാം എനിക്ക് വളരെ സ്പെഷ്യലാണ്. അതാണ് എനിക്കിഷ്ടം. ഏറ്റവും സന്തോഷം അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു മെമ്മറി ആയിട്ട് എനിക്കിപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നത്. നെക്സ്റ്റ്. എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്ന എനിക്ക് തോന്നുന്നത്, എന്നാലും എന്നോട് പറയാത്ത രഹസ്യം ഉണ്ടോ മനസ്സിൽ? മമ്മി, വാട്ട് ഈസ് ദിസ്? അമ്മനോട് പറയാത്തതായിട്ട് രഹസ്യം അങ്ങനെയൊന്നുമില്ല. ഞാൻ അമ്മനോട് ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. ചിലത് എന്ന് പറഞ്ഞാല് അത് ആവശ്യമില്ല എന്നുള്ളത് മാത്രമേ ഞാൻ അങ്ങനെ ഇതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. അത് വലിയ സീരിയസ് മാറ്ററല്ല. അതൊക്കെ അല്ലാണ്ട് എൻ്റെ ലൈഫിൽ ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് അറിയാം. ചില ഇച്ചിരി അത് ചില കാര്യങ്ങൾ അങ്ങനെയാണ് അമ്മ, നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അയ്യോ ഈ വീഡിയോ കണ്ടിട്ട് അമ്മ ഞാൻ ഇപ്പം വിളിച്ച് ചിത്ത പറയരുത്, അങ്ങനെയല്ല. ഞാൻ അമ്മയ്ക്ക് അറിയാം. ഞാൻ എൻ്റെ മോർണിംഗ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഞാൻ എന്നും വിളിച്ച് പറയാറുണ്ട്. ഇപ്പം നാട്ടിലായാൽ കൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് ഇപ്പോഴും പറയുന്ന അമ്മ എനിക്ക് എൻ്റെ ഫ്രണ്ട് പോലെ. അതുകൊണ്ട് ഞാൻ അങ്ങനൊന്നും മറച്ചു വെച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മയിൽ. ഞാനൊന്നുമില്ല സില്ലി ഗേൾ. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല റോൾ മോഡൽ ആരാ? ഏറ്റവും നല്ല റോൾ മോഡൽ, എനിക്ക് റോൾ മോഡൽ ആക്കണം എന്ന് തോന്നിയിട്ടുള്ള 2 ആൾക്കാരെ ഉള്ളൂ. ഒന്ന് എൻ്റെ അമ്മ. എന്തുകൊണ്ട് എന്ന് ഞാൻ പറയുവാണെന്ന് വെച്ചെങ്കിൽ അമ്മയുടെ ക്യാരക്ടർ.
അമ്മ ഓരോരുത്തരോട് പെരുമാറുന്നത്, ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. 2 BTS ആ ഒരു ലൈക്ക് അവർ വന്ന കാര്യങ്ങൾ, അവരെ ഗ്രോത്ത്, അതുകൊണ്ട് ഇവർ 2 പേരും. എൻ്റെ അമ്മ, ഒന്ന് BTS. നമ്മുടെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയ കാര്യം എന്താ? നമ്മുടെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ കാര്യം, ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയത് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതാണെന്ന് പറഞ്ഞാൽ ഈ ഒരു അകൽച്ച. അതായത് ഇത്ര പെട്ടെന്ന് ഞാൻ എൻ്റെ 19 വയസ്സ് വരെയും അമ്മേൻ്റെയും അച്ഛൻ്റെയും അനിയത്തിമാരുടെയും കൂടെ നിന്ന് നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായ ആ ഒരു മാറ്റം എനിക്ക് ഇപ്പോഴും നാട്ടിലോട്ട് വരണം, അമ്മേൻ്റെ കൂടെ നിൽക്കണം, അനിയത്തിമാരുടെ കൂടെ നിൽക്കണം, അച്ഛൻ്റെ കൂടെ നിൽക്കണം, അങ്ങനെ തോന്നിയിട്ടുള്ളൂ. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്രയും ക്വസ്റ്റ്യൻ തന്നെ ഞാൻ കുറേ നേരം പറഞ്ഞിട്ടാണ് അമ്മ ഒന്ന് അയച്ചു തന്നത്. ഇപ്പോഴാണ് ഞാൻ ഇതെല്ലാം കേൾക്കുന്നത്, ഫസ്റ്റ് ടൈം കേൾക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ ഓരോന്നായിട്ട് ഓപ്പൺ ഒക്കെ. ദിസ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ നിന്റെ ലൈഫില് ഫാമിലിയിൽ നിന്ന് എന്താണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ ഫാമിലിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എന്താണ് ആഗ്രഹിക്കുന്നത്? എല്ലാവരും ഒരുമിച്ച് ഹാപ്പി ആയിരിക്കുക. അച്ഛനായാലും അമ്മയായാലും നമ്മൾ പിള്ളേരായാലും ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്ന മൊമെന്റ്സ്, അല്ലെങ്കിൽ ഒന്നിച്ചിരിക്കുന്ന സമയം ഏറ്റവും വിലപ്പെട്ടതാണ്. അപ്പോൾ അത് ഭയങ്കര മെമ്മറബിൾ ആക്കാൻ ശ്രമിക്കുക. അതിപ്പോൾ ഞാനില്ലെങ്കിലും ഞാനുണ്ടെങ്കിലും എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും വഴക്കിടാതിരിക്കുക. ഓക്കെ പോട്ടെ, ഒരാൾ അഴിഞ്ഞു കൊടുത്താലേ ബാക്കി ഒരാൾ ഓക്കെ പോട്ടെ എന്ന് വെച്ചാലേ ശരിയാവുള്ളൂ. അത്രേ ഉള്ളൂ. എനിക്ക് ശരിയാവണം എന്നല്ല, നമുക്ക് നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ആ ഒരു മൊമെന്റ് പിന്നെ ഞാൻ വരുമ്പോൾ അതിൽക്ക് ഒന്നും കൂടെ, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കൂടെ കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ ആയിരിക്കണം. നമുക്ക് കൂടുതൽ നല്ല നല്ല മൊമെന്റ്സ് വേണമെന്ന് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ നല്ല നല്ല മെമ്മറീസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മനുഷ്യന്മാരെല്ലാവരും. സോ അങ്ങനെ എപ്പോഴും ഫാമിലി ആയിട്ടിരിക്കുമ്പോൾ നല്ല സ്റ്റോറീസ് പറയുക, നല്ല ചുമ്മാ അച്ഛനും അമ്മയും പിള്ളേരും തമ്മിലുള്ള ചുമ്മാ ടോക്സ്, അതൊക്കെ ഭയങ്കര രസമായിരിക്കും. എനിക്കങ്ങനെ വലിയതൊന്നുമില്ല അമ്മ, ചെറിയ ചെറിയ കാര്യങ്ങളും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത്ര ക്വസ്റ്റ്യൻസ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല. അത്രേ. ഓക്കെ. ആൻഡ് ഇന്നത്തെ ഈ ദിവസം എൻ്റെ അതായത് എൻ്റെ അമ്മായി, അമ്മ, വല്യമ്മ, എൻ്റെ എല്ലാ വല്യമ്മമാർക്കും, എൻ്റെ എല്ലാ അമ്മായിമാർക്കും, എൻ്റെ ചുറ്റോറുള്ള എല്ലാ അമ്മമാർക്കും എൻ്റെ ഹാപ്പി മദേഴ്സ് ഡേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. ദൈവമിങ്ങേ ஒரு முறை என்ன பாரம்மா, கடவுளின் கண்கள் நீ அம்மா, காவலிலும் போல் ஏதம்மா, உன் போல் அம்மா யாரம்மா, உன் விரல்களை பிடித்திடும்